പക്ഷെ ഒരു കുട്ടി മാത്രം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാഠമൊന്നും ലോകം കണ്ടിട്ട് നിങ്ങളോട് എനിക്ക് ഭയങ്കര പ്രണയം ഉണ്ടായിട്ട്. കോൺഗ്രസ് ആണോ BJP ആണോ ഇവിടെ സ്റ്റേറ്റ് ഭരിക്കുന്നത് എന്നുള്ള വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ഇത് കാണുന്നുണ്ട്. അത് പല കാര്യങ്ങളിലും അവർ യൂട്ടേൺ എടുത്തിട്ടുണ്ട്. മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുവെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. ഹീലിംഗ് തെറാപ്പിയാണ് നിങ്ങളുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് ഈ മധുവിൻ്റെ ഇൻസ്ട്രുമെൻ്റ് കൂടി വരുമ്പോൾ അത് ഞങ്ങളിങ്ങനെ കണ്ണടച്ചിരുന്നാൽ ചിലപ്പോൾ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് കറക്റ്റ് എങ്ങനെയൊക്കെ അത് ബോധപൂർവ്വം അല്ലെങ്കിലും അങ്ങനെയൊക്കെ വന്ന് ബ്ലെൻഡായി എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈ ഭാവാഭിനയത്തിനൊക്കെ അപ്പുറത്തേക്ക് ശബ്ദം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ കൂടെ അതിഥിയായിട്ടുള്ളത്. അത് വേറെ ആരുമല്ല, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഏറ്റവും നന്നായിട്ട് കവിത ചൊല്ലിത്തരുന്ന ഒരാളെന്നാണ് നമ്മുടെ സ്വന്തം ഇർഷാദ് ഖാൻ. ഈ ഇർഷാദ് അലി എന്നൊരു നായകനെ കുറിച്ച് പറയുമ്പം എൻ്റെ ഓർമ്മയിലുള്ള ആദ്യ ചിത്രം പാഠം എന്നൊരു ലാഭമാണ്. അതിൽ ഈ ഭീകരനായ നായകനെയൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് ഇർഷാദ് അലിയുടെ സിനിമ കാണണമെന്ന് തോന്നിയിട്ടേ ഇല്ല. പക്ഷേ പിന്നീട് ചില കൊമേഴ്ഷ്യൽ സിനിമകളിലേക്കൊക്കെ വരുന്നു. അവിടുന്ന് ഈ ഒരു ശബ്ദത്തിൻ്റെ കവിതയുടെയൊക്കെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി ഒരു പുതിയ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്ന് പറയാമോ? കവിതകളുടെ ലോകത്തേക്കുള്ളൊരു ചേക്കേറൽ. ആദ്യമേ ഞാൻ ആ കാര്യം തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ആതിരയാറ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, മാഹിയിലുള്ളതാണ്. ആ കുട്ടിയുടെ തോറ്റുപോയവർ ജീവിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു കവിത, ഞാൻ ഒന്നല്ല 2-3 കവിത ഞാൻ എൻ്റെ പരിപാടിയിൽ ചൊല്ലുന്നുണ്ട്. ആ കുട്ടിയുടെ മീനയും മീൻമണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പടമൊന്നൊരു വിലാപം ചെറുപ്പത്തിൽ കണ്ടപ്പം ഈ മനുഷ്യനെ കണ്ടുമുട്ടുമെന്ന് ഒരു ഉറപ്പില്ലാത്ത, ഈ കണ്ടാൽ ഇടിച്ച് നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ബാല്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറയാൻ വന്നത് ഇയാളുടെ മാത്രം പ്രശ്നമല്ല, ആ കാലത്തുള്ള ഒരുപാട് കുട്ടികളുടെ. പക്ഷെ ഒരു കുട്ടി മാത്രം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാഠമൊന്നും ലോകം കണ്ടിട്ട് നിങ്ങളോട് എനിക്ക് ഭയങ്കര പ്രണയം ഉണ്ടായിട്ടത്. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇപ്പോഴും ചെറിയ കുട്ടിയാണ്, 10-30 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. എന്നോട് എനിക്ക് ഭയങ്കര പ്രണയം തോന്നി നിങ്ങളോട് എന്നൊക്കെ പറയും. അങ്ങനെയും ആളുകളുണ്ട്. പക്ഷേ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് വളരെ ന്യൂനപക്ഷമായിരിക്കും. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ റസാക്കുന്ന കിട്ടിയാൽ അരച്ച് കലക്കി കുടിക്കണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇനി ഇയാളുടെ സിനിമയെ കാണില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഒരു തരത്തിൽ നമ്മൾ ആ ക്യാരക്ടറിനോട് നീതി പുലർത്തി എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ പിന്നെ ആ ക്യാരക്ടർ പ്രത്യേകിച്ച് ആ ടീനേജ് പ്രായമുള്ള പെൺകുട്ടികൾക്കിടയിലൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ റസാഖ്. എൻ്റെ അഭിനയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുമായിരുന്നു, ഒരു നിർണായക വഴിത്തിരിവായിരുന്ന സിനിമയും കൂടിയാണത്. ഇത്തരം റോളുകളിൽ നിന്ന് പിന്നെ കൊമേഴ്ഷ്യൽ സിനിമകളിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷനാണ്. അതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചൊരു കാര്യമൊന്നുമല്ല. അത് ശബ്ദത്തിൻ്റെ സാധ്യതകൾ നോക്കിയിട്ടാണോ അങ്ങനൊന്നുമല്ല അതിൻ്റെ കാര്യങ്ങൾ. കമേഴ്ഷ്യൽ സിനിമയിലേക്ക് വരുന്നു, കുറച്ചും കൂടി ജനകീയ സിനിമകളുടെ അത് എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെ തന്നെയാണ്. കമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായാലേ നമ്മൾ ജനങ്ങൾക്കിടയിൽ നമ്മൾ അറിയപ്പെടുള്ളൂ. ആ പുള്ളിപ്പുലികളൊക്കെ തുടങ്ങിയിട്ടുള്ള ദൃശ്യം പോലുള്ള സിനിമകളിലൂടെ നമുക്കിങ്ങനെ വളരെ അനുരാഗരിക്കും വെള്ളം പോലെ എന്താണ് തണ്ണീർമത്തൻ ദിനങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കുറച്ചും കൂടി കമേഴ്ഷ്യലായിരുന്നു. കവിത എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഉള്ളിലുള്ളൊരു സാധനമാണ്. നമുക്കൊരു കവിതയോട് പണ്ട് പോലെ ഇഷ്ടമുണ്ടായിരുന്നു. കുറച്ചും കൂടിയും പക്ഷേ ഭയങ്കരമായിട്ടുള്ള പദ്യകവിതകളോട് എനിക്ക് താല്പര്യമില്ല. ഈ വൃത്തവും അത് എന്തോ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് മോശമാണെന്നുള്ള അർത്ഥത്തില്ല, എനിക്കത് മനസ്സിലാകാനുള്ള ബുദ്ധിയില്ല. കുറച്ചും കൂടി ലളിതമായ ഗദ്യ കവിതകൾ, പ്രത്യേകിച്ച് ഹൈക്കു, ചെറിയ ചെറിയ കവിതകൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ആ രീതിയിലേക്ക് ആകർഷിപ്പിച്ചിട്ടുണ്ടാവും വീരാൻകുട്ടി മാഷായിരിക്കും. വീരാൻകുട്ടി മാഷയുടെ ചെറിയ കവിതകൾ ഭയങ്കര സാധ്യതകളാണല്ലോ. ഇപ്പോൾ മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുവെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. എത്ര ആകെ 4 വരി കൊണ്ട് ലോകം അറിയപ്പെടാവുന്നൊരു കവിതയായി മാറുകയാണ്. അങ്ങനെ ചെറിയ വരികളെ കൊണ്ട് അടയാളപ്പെടുത്താൻ കവിതയ്ക്ക് കഴിയുന്നു. അപ്പം കവിതയോട് പണ്ട് പോലെ ഇഷ്ടം കാരണം ഞാനിതൊക്കെ ഇടയ്ക്കിങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിടുക എന്നുള്ളതിൻ്റെ ഒരു ശീലമായിരുന്നു. അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാവുമെന്ന് വെച്ചാൽ കൊറോണ കാലത്താണ്. കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് എന്ത് ചെയ്യുമെന്നുള്ള ആളുകളുടെ പകച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യാം. എന്നാൽ പിന്നെ എല്ലാ ദിവസവും ഓരോ കവിത ചൊല്ലി
ഫേസ്ബുക്കിൽ ഇട്ടാലോ ഇട്ടേക്കാം. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഇട്ടു, ഭയങ്കര റെസ്പോൺസ് ഉണ്ടായി. അപ്പോൾ ഞാൻ അടുത്ത ദിവസം വിട്ടു. അപ്പോൾ ആളുകൾ ചോദിച്ചു ഇന്ന് നാളെ ഏതാ കവിത, നാളെ ഏതാ. അപ്പോൾ പിന്നെ എനിക്കൊരു ബാധ്യതയായി, ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭ്രാന്തായി. ഞാൻ വേറൊരു ഒന്നിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. EMI അടയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കൊറോണ നാട്ടിലുണ്ടാക്കുന്ന അത് വൈകുന്നേരത്തെ പത്രസമ്മേളനം കാണുക അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയും. പക്ഷേ ഇതിനെ കുറിച്ചുള്ള വേവലാതികളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. നാളെ സിനിമയിൽ ഞാൻ എന്താവും, ഇതൊക്കെ മറികടന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു തേജസ്വിനി എന്ന് പറയുന്ന കണ്ണൂരിലൊരു തലശ്ശേരിയിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടി എനിക്ക് അന്ന് വരെ പരിചയമില്ലാത്തൊരു കുട്ടിയാണ്, ഇപ്പം എൻ്റെ സുഹൃത്താണ്. ആ കുട്ടിയാണ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്, നിങ്ങൾ കൊറോണ കാലത്ത് ഭയങ്കരമായി ബോറടിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായ ദുഃഖത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷമത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇർഷാദ് അലിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകും, അവിടെ നിന്ന് അദ്ദേഹം കവിതയിലൊന്ന് കേൾക്കൂ, നിങ്ങൾക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞൊരു ഹീലിംഗ് പരിപാടിയാണെന്ന് ആദ്യമേ തിരിച്ചറിയുന്നത് കൊറോണ കാലത്ത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്. അപ്പം അങ്ങനെ ഞാൻ അതിന് വേണ്ടി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നൊക്കെ ആലോചിച്ചു. യൂട്യൂബ് ചാനൽ എന്നിലെ മടിയൻ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യും, പിന്നെ ഞാനതങ്ങ് പാടയെ ഉപേക്ഷിച്ച പോലെ ഇരിക്കുകയാണ്. കെച്ചേരിപ്പുഴ എന്നുള്ള പേരിലൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷേ ഞാനതിൽ കവിതയൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാലങ്ങളായി ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊരു പ്രോഗ്രാം പോലെ ചെയ്താലോ എന്നെൻ്റെ മനസ്സിൽ. ഇപ്പോൾ നാടകം പോലെ അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഈ ഗാനമേളകളുണ്ട്. അപ്പോൾ നമുക്ക് ഗദ്യ കവിതകൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എൻ്റെ ഈ പറഞ്ഞ. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ഗദ്യ കവിതയിലേക്ക് പോകല്ല, കാലങ്ങളായിട്ടുള്ളൊരു പ്രോസസ്സിങ്ങാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. വളരെ ഒരു ക്രൗഡ് ആയ ആളുകൾ സ്വീകരിക്കുന്ന ഒന്നായിരിക്കണം എന്നില്ല, പക്ഷേ ആളുകൾക്ക് ഇഷ്ടമാവുന്നൊരു സാധനമാണെന്നൊരു തോന്നലുണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാതൃഭൂമിയിൽ അവതരിപ്പിക്കുക പറഞ്ഞു. ഫെസ്റ്റിന് എനിക്ക് കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്ത് കോട്ടക്കൽ നൗഷാദൊക്കെ കൂടിയിട്ട് പറഞ്ഞു എന്നാൽ ശരി അത് പിടിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് അവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ ഒരു 23-25 മിനിറ്റിൽ ഒതുങ്ങുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേനും സമയം കഴിയും. അപ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അന്ന് കുറച്ച് എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് റെസ്പോൺസ് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ വേണമെങ്കിൽ 2 മണിക്കൂർ വേണമെങ്കിൽ പോലും ആക്കാമെന്നുള്ള രീതിയിലേക്ക് ഇത് വളർന്നത്. ഈ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ മാഡ് മധു എന്ന് പറയുന്ന മധു ഒരു ദിവസം എന്നോട് പരപ്പനങ്ങാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുണ്ട്, അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു മധു ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വന്ന് കവിത പറയാം, എനിക്കൊരു 1 മണിക്കൂർ തന്നാൽ മതി, കവിത എഴുതി തരാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മധു എന്നെ വിളിച്ചിട്ട് പറയുന്നു കോഴിക്കോട് ആർട്സ് കോളേജിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ട്, എന്താ പരിപാടി? ഉദ്ഘാടനം. ഞാൻ ഉദ്ഘാടനം ഇല്ലടാ, കവിത ഇല്ലടാ. എന്നാ കവിതയല്ല, അവിടെ ടീച്ചറോട് പറയും കവിതയല്ല. അങ്ങനെ മധുവായിട്ട് ഞാൻ 1-2 ആ സമയത്ത് എനിക്ക് മലപ്പുറത്തൊരു മൈന ഉബൈനെ പഠിപ്പിക്കുന്ന കോളേജിൽ ഇതേ പരിപാടി വിളിക്കാൻ മൈന എന്നെ വിളിക്കുന്നു. ഒക്കെ അടുത്തടുത്ത ദിവസങ്ങളായിട്ടാണ്. അങ്ങനെ മധുവായിട്ട് എനിക്ക് വളരെ 25 വർഷം മുമ്പുള്ള സൗഹൃദമാണ്. പക്ഷെ മധുവായിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് വീരാൻകുട്ടി മാഷ പറഞ്ഞ് എന്തോ ഒരു ഇൻസ്ട്രുമെൻറ്റ് വന്നാൽ നന്നായിരിക്കും. ഏതാണ് ഇൻസ്ട്രുമെൻ്റ് എനിക്ക് അറിയാൻ പറ്റില്ല, അത് ഒരു രസമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലൂട്ടോ അല്ലെങ്കിൽ തബലയോ വയലിനോ ഹാർമോണിയോ ഒന്നുമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ വന്നാൽ അങ്ങനെ ഞാൻ ഇപ്പോൾ മധു എൻ്റെ കൂടെ 1-2 സ്ഥലങ്ങളിലൊക്കെ ആ പരപ്പനങ്ങാടിയും ആർട്സ് കോളേജിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചോദിച്ചു മധു നമുക്കിതിൽ എവിടെയാണ് മിക്സ് ചെയ്യുക? അപ്പോൾ മധുവിനാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ഇൻസ്ട്രുമെൻസും ഇരിക്കുന്നുണ്ട്. അതൊരു അവൻ്റെ വീടെന്ന് പറയുന്ന മ്യൂസിയമാണ്. അത് കാണേണ്ട ഒന്നാണ്, പക്ഷെ ആരും കാണിക്കില്ല. അപ്പോൾ മധുവിനോട് എന്നാൽ നമുക്ക് ഒരു ദിവസം വീട്ടിലിരുന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ മധുവിൻ്റെ പരപ്പനങ്ങാടിയിൽ വീട്ടിൽ പോകുന്നു. ഞങ്ങൾ 2 ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. നമ്മളിങ്ങനെ വേറെ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ നോക്കി അവസാനം ഇതിൽ പിടിച്ചപ്പം ഇത് രസമുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് അടുത്ത സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കി. അപ്പോൾ ഇത് രസമുണ്ട്. അത് കാരണം കവിതയെ ശല്യം ചെയ്യുന്നില്ല. കവിത എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. കവിതയിൽ കഥ കണ്ടെത്തി അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ആ കഥ പറയുന്നതിനെയോ അല്ലെങ്കിൽ വരികളെയോ ഒന്നും തടസ്സമാവാത്ത രീതിയിൽ അത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആവുന്നു എന്ന് എല്ലാവരും പറയുന്നപ്പോൾ ഇപ്പം അത് എല്ലാവർക്കും സ്വീകാര്യമായി. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വീരാൻകുട്ടി മാഷ് വിളിച്ചു പറഞ്ഞ് ഞാനിത് എന്ത് എന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഇതായിരുന്നു എന്നുള്ളതായിരിക്കണം, അല്ല ഇത് നല്ല രസമാണ്, ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത്. അങ്ങനെയാണ് സംഭവം. അതായത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴേ നമുക്ക് ആ ഹങ്ങിന്റെ മ്യൂസിക് അതിലെങ്ങനെ വരുമ്പം ശരിക്കും അതിനകത്ത് നമ്മളങ്ങ് ലയിച്ചു പോകും.
അതായത് ഒരു എന്താ പറയാ, നമ്മൾ അധികം നമുക്ക് പരിചയമില്ലാത്തൊരു ശബ്ദമാണിത്. മെഡിറ്റേഷൻ ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ. അപ്പം ഞാനിത് മലപ്പുറത്തൊരിക്കൽ ഇത് ചെയ്തപ്പം ഷാഫിയുടെ പുസ്തക പ്രകാശനത്തിൽ പോയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തപ്പം അവിടെ നിന്നാണ് 1-2 പേര് പറഞ്ഞത് ഹീലിംഗ് തെറാപ്പിയാണ് നിങ്ങളുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് ഈ മധുവിൻ്റെ ഇൻസ്ട്രുമെൻ്റ് കൂടി വരുമ്പോൾ അത് ഞങ്ങളിങ്ങനെ കണ്ണടച്ചിരുന്നാൽ ചിലപ്പോൾ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് കറക്റ്റ് എങ്ങനെയൊക്കെ അത് ബോധപൂർവ്വം അല്ലെങ്കിലും അങ്ങനെയൊക്കെ വന്ന് ബ്ലെൻഡായി എന്നുള്ളതാണ് എൻ്റെ സത്യം. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി. അന്ന് എനിക്ക് തോന്നുന്നു ഈ സിനിമ എന്നൊന്നും പറയാൻ തന്നെ ആ കമ്മ്യൂണിറ്റി ഭയന്നിരുന്നൊരു കാലം കൂടി ആയിരിക്കണം. ഞങ്ങളല്ല, ഞങ്ങളുടെ മുൻ തലമുറകളൊക്കെ അതിന് മുൻ തലമുറ, അതായത് നിങ്ങളൊക്കെ ജനിക്കുമ്പോൾ നിങ്ങളുടെ പാരൻസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു തലമുറ ഭയന്നിരുന്ന ഒരു സമയം. അപ്പം അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് ആ നാടകത്തിലേക്ക്, സിനിമയിലേക്ക് ആ യാത്ര എളുപ്പമായിരുന്നു? ആക്ച്വലി ഞാൻ ഒരു കൂട്ടുകുടുംബമായിരുന്നു തറവാട്ടിലൊക്കെ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ തറവാട്ടിൽ അച്ഛൻ്റെ അനിയന്മാരുണ്ട്, ചേട്ടന്മാരൊക്കെ. ആ കുട്ടികളൊക്കെ ആയിട്ട് വളരെ നിറയെ കുട്ടികളുടെ ഒരു വീട് തറവാടായിരുന്നു. അവിടെ നിറയെ പുസ്തകങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഒരു ചേട്ടൻ, എൻ്റെ മൂത്ത ചേട്ടൻ സാദിഖ് എന്ന് പറയുന്ന പുള്ളി ഭയങ്കരമായിട്ട് അന്ന് മുതൽ നല്ല വായനയുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ വെല്ലിക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന വെല്ലിക്ക അന്നത്തെ കാലത്ത് DC-യുടെ VIP മെമ്പറാണ് പുള്ളി, DC ബുക്സിൻ്റെ. അന്ന് ഒരു എനിക്ക് തോന്നുന്നു 800 രൂപയെ രണ്ട് പുസ്തകം അല്ല അടച്ച് മാസം 100 രൂപയോ അല്ലെങ്കിൽ 150 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ 800 രൂപ ആയി കഴിഞ്ഞാൽ 1000 രൂപയുടെ പുസ്തകം DC കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് കിട്ടുന്ന ഈ സക്കാത്തുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ പുള്ളി ഇഷ്ടം പോലെ പുസ്തകം വാങ്ങുക എന്നുള്ളത് അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ഈ പറയുന്ന യാഥാസ്ഥിക മുസ്ലിം ഫാമിലി ആണെങ്കിൽ പോലും നമ്മളൊക്കെ സിനിമ കാണാനുള്ള, നമ്മുടെ വീട്ടിലൊക്കെ അന്ന് പണ്ടേ നാന വരുമായിരുന്നു, മനോരമയും മംഗളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആ തലമുറയ്ക്കൊക്കെ അതാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഈ സാധനങ്ങളൊക്കെ ഞാനൊക്കെ പിന്നെ ഉപേക്ഷിച്ച അതിൽ സെൻട്രൽ പേജ് കാരണം മാത്രം ഉപേക്ഷിച്ചതാണ്. അല്ലെങ്കിൽ അതൊക്കെ വീട്ടിൽ വന്നിരുന്നു. പിന്നെ അത് വീട്ടിൽ കയറ്റാൻ കൊള്ളതില്ല എന്നുള്ളൊരവസ്ഥയൊക്കെ വന്നപ്പം അങ്ങനെ മാറിയതാണ്. അപ്പോൾ അങ്ങനൊരു ഞങ്ങളുടെ എല്ലാവരും കൂടി ഇടയ്ക്ക് സാന്ധ്യതാരകം എന്ന പേരിലൊരു കയ്യെഴുത്ത് മാസികയൊക്കെ വീട്ടിലുണ്ടാക്കുക. വെക്കേഷൻ കാലത്ത് 1-2 മാസികകളുണ്ടാക്കുക. അപ്പം എല്ലാവരും എഴുതുക, ഞാനന്ന് കവിത എഴുതുക, ചേട്ടന്മാർ കഥ എഴുതുക, അങ്ങനെ എല്ലാവരും ലേഖനങ്ങൾ എഴുതുക, അങ്ങനെ കയ്യെഴുത്ത് പ്രതി ഉണ്ടാവുക. അപ്പം അങ്ങനൊരു പാരമ്പര്യം എങ്ങനെയാ അത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഈ നോമ്പ് കാലത്തൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ കളിക്കാൻ പോകാൻ വിടില്ല, അത് ടയേർഡാവുന്ന പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ പുസ്തകങ്ങൾ എടുത്തു തരും. അപ്പോൾ അന്നൊക്കെയാണ് ഞാൻ ഈ ദേശത്തിൻ്റെ കഥയും അങ്ങനൊരു വായനയുടെ എങ്ങനെയൊക്കെയോ വന്നു ചേർന്നൊരു വായന നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അതൊക്കെ വലിയ സഹായമായിട്ടുണ്ട്, സിനിമയിലായാലും കവിതയിലായാലും ഒക്കെ. അപ്പം എങ്ങനെയായിരുന്നു ഒരു നാട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസ് അങ്ങനെ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ? കമ്മ്യൂണിറ്റി ഒരു കാലത്തും അത് അംഗീകരിച്ചിട്ടില്ല. നാടെന്താ പറയുക, അവരിങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ നടക്കുന്നു, എവിടെ എങ്ങനെ അതെ. പക്ഷേ അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവരുടെ ഈ തള്ളിപ്പറയലും അല്ലെങ്കിൽ കളിയാക്കലുകളൊക്കെ നമ്മുടെ ഉള്ളിലൊരു വാശി കയറുമല്ലോ, നമുക്ക് നാളെ ജയിച്ച് കാണിക്കണവരെ മുമ്പിൽ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എല്ലാ നെഗറ്റീവുകളും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്ര വലിയ കാര്യമില്ല. ഒരുപാട് സഹായിച്ചു. യൂസഫ് അലി കേച്ചേരി പോലുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ യൂസഫ് അലി കേച്ചേരിക്ക് മരിക്കുന്നതിന് മുമ്പൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സിനിമ അങ്ങനെ എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല സിനിമ എന്ന് പറയുന്നത്. അത് ഭയങ്കര അലച്ചിലാണ്, അനിശ്ചിതത്വമുള്ള ഒരു പരിപാടിയാണ്. നീയൊന്ന് ആലോചിച്ചിട്ടൊക്കെ ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ പോകും. ഉമ്മയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ തൊഴിലിൽ അവന് ഉയർച്ച നൽകണമെന്നായിരുന്നു പ്രാർത്ഥിക്കുക, സിനിമ എന്ന് പറയില്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ, അതിനൊരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ? എൻ്റെ ഫാദർ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാദറിൻ്റെ മരണശേഷം പിന്നെ വീട്ടിൽ ഈ പറഞ്ഞ കൂട്ടുകുടുംബത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥകളും എല്ലാവരും പാർട്ടീഷനായി പോവുകയൊക്കെ ആയിട്ട് മൂത്ത ചേട്ടൻ ഈ പറഞ്ഞ സാധിക്ക ജോലിക്ക് കയറുന്നു. പുള്ളിക്ക് ഭയങ്കരമായിട്ട് പഠിച്ച് ഡിഗ്രി കഴിഞ്ഞു പറഞ്ഞാൽ പുള്ളിക്ക് അതിലും കൂടുതൽ പഠിച്ച് ഒക്കെ IAS ആണെന്നൊക്കെ പുള്ളിയുടെ ആഗ്രഹം. പക്ഷെ അതൊക്കെ ഫാദറിൻ്റെ മരണത്തോടെ ഉപേക്ഷിക്കുകയും പുള്ളി വീടിൻ്റെ ഭാരം ഏറ്റെടുക്കുകയും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ നോക്കാൻ അങ്ങനെ നമ്മളെ ലീഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക്
പിന്നെ ഞാൻ പണ്ട് മുതലേ എൻ്റെ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഞാൻ സിനിമയാണ്, അല്ലെങ്കിൽ നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ നാടകം ഈ പറഞ്ഞ പോലെ ഈ വെള്ളിക്ക് ചേട്ടനൊക്കെ കൂടിയിട്ട് നാടകം കളിക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കളിക്കുന്ന നാടകം തന്നെ ഈ എൻ്റെ എൻ്റെ ഇക്കൊക്കെ കൂടി അഭിനയിച്ച നാടകത്തിൽ. ഞങ്ങൾ വീടിനോട് ചേർന്നുള്ള കയ്യാലപ്പുരയിൽ പണ്ടൊരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. ഇക്കം ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് അവിടെ ക്ലാസ് എടുത്തിരുന്ന ഒരു നന്ദൻ മാഷ് ഉണ്ടായിരുന്നു. നന്ദൻ മാഷ് വന്നിട്ട് ക്ലാസ്, അപ്പോൾ നന്ദൻ മാഷ് കുറച്ച് നാടകത്തിൻ്റെ ഭ്രാന്തുണ്ടായിരുന്നു. അങ്ങനെ നന്ദൻ മാഷ നാട് കച്ചേരിയുടെ അടുത്ത് പെരുമണ്ണ് എന്ന സ്ഥലത്ത് ഒരു കാർത്തിയാനി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവരൊരു നാടകം സെറ്റ് ചെയ്യുന്നു. അതിൽ ബാലതന്ത്രനായിട്ട്, ഞാൻ 5ാം ക്ലാസ്സിലാണ്ട് പഠിക്കുമ്പോൾ അതിൽ ബാലതന്ത്രനായിട്ട് ഞാൻ പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പാട്ട് പാടാൻ അറിയുന്ന ആളുകളൊക്കെ വന്ന് ഈ ട്യൂഷൻ സെൻറ്ററിൽ വന്നിരുന്ന് പാട്ട് പാടുക. അങ്ങനെ ഒരു എവിടെയൊക്കെ ഞങ്ങളിലൊരു കലാപാരമ്പര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേദികൾ നമ്മൾ ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും ഈ ഉമ്മയുടെ ഈ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് വരുന്നത് അത്ര എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നിട്ടില്ല. അവൻ്റെ ഇഷ്ടത്തിൽ സഞ്ചരിക്കട്ടെ, അല്ലെങ്കിൽ ഇതേ പാടുള്ളൂ എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫാദറൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല, നമുക്ക് കുറച്ചും കൂടി ഉമ്മ ഒരു പാവം വേണം. ഉമ്മക്കൊന്നും നോ പറയാൻ ഇന്നവരെവിടെയും നോ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. നോ ഒന്നും പറയാത്തൊരു, അപ്പോൾ എതിർക്കാനോ അല്ലെങ്കിൽ ഇന്ന ചെയ്യുമെന്ന് പറയാനോ അതിനുള്ള ഗൈഡൻസ് തരാനുള്ള അറിവൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ പക്ഷേ അതല്ലായിരുന്നു നമ്മുടെ പ്രശ്നം. നമുക്കതിനുള്ള വരുമാനങ്ങളില്ല, നമുക്കതിനുള്ള സാധ്യതകളില്ല, നമ്മളെവിടെ പോയിട്ട് ആരോട് ചോദിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ സമരം എന്ന് പറയുന്നത്. ഉമ്മക്ക് ഈ പറഞ്ഞ പോലെ അവൻ്റെ ഹറാമാക്കപ്പെട്ട സിനിമയിലാണല്ലോ പഠിച്ചവനായി ഇന്ന് അവന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഉമ്മയാണ്. അതൊക്കെ പറയുക സിനിമയിൽ കയറിപ്പറ്റൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, പക്ഷെ സർവൈവ് ചെയ്യൽ വലിയ പാടാണ്. അപ്പം ആ ഒരു ഒരു സ്റ്റേജ്, ഒരു സ്ട്രഗിള് നന്നായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് കയറിപ്പറ്റാൻ എളുപ്പമുള്ളത്, അന്നത്തെ കാലത്ത് അതും എളുപ്പമല്ലായിരുന്നു. ഇന്ന് കാസ്റ്റിംഗ് കോൾ ഉണ്ട്, സോഷ്യൽ മീഡിയകളിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എവിടെയൊക്കെ ആരൊക്കെ സിനിമകൾ ആരംഭിക്കുന്നു. അന്നാകെ ഈ പറയുന്ന നാന അല്ലെങ്കിൽ മനോരമയുടെയും മാതൃഭൂമിയുടെയും സൺഡേ സപ്ലിമെന്റ്, ഇതിലൊക്കെയാണ് നമ്മൾ സിനിമ തുടങ്ങുന്നതിനെ പറ്റി അറിയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ ഷൊർണൂരാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ കോടമ്പക്കം എന്ന് പറയുന്നത് ചെറുതുരുത്തി ഷൊർണൂർ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് ഞാനൊക്കെ. അപ്പോൾ അവിടെ എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഫസ്റ്റ് കസിനായിരുന്നു, ഷാവുക്ക് ഉണ്ടായിരുന്നു. ഷാവുക്ക് അവിടെ KSB വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയി താമസിക്കും. പുള്ളിയുടെ നിന്ന് വണ്ടിക്കൂലി മേടിച്ചിട്ട് ഓരോ ലൊക്കേഷനിലേക്ക് ഇറങ്ങും. അപ്പോൾ അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു കയറിപ്പറ്റാനും. നമ്മൾ കയറിപ്പറ്റുന്ന കാലത്തൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഒരു സീനിൽ ആൾക്കൂട്ടത്തിൽ ഒരാളായി, പിന്നെ ഒരു സീനിൽ ഡയലോഗ് പറയുന്ന ആളായി, പിന്നെ ഡോക്ടറായി, അങ്ങനെയാണ്. അപ്പോൾ അതൊരു ഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അനിശ്ചിതത്വമുള്ളൊരു ഫീൽഡാണ് സിനിമ. നാളെ ഏത് സിനിമ എന്നുള്ളത് ചോദിച്ചാൽ ഇപ്പം എനിക്ക് ചിലപ്പോൾ പറയാനുണ്ടാവും, പക്ഷേ അങ്ങനെ പറയാനില്ലാത്ത മാസങ്ങളോളം ഉണ്ടായിട്ടുണ്ട്. അടുത്ത ഏതാ പടം, ഒരു പടം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത ഏതാ പടം, അല്ലെങ്കിൽ ഇപ്പം എന്താ പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്നുമില്ല, അടുത്തതോ അതറിയില്ല എന്ന് മാസങ്ങളോട്. ഇപ്പം ഞാൻ പറയാം, പാടമെന്നൊരു വിലാപം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ട് ഒരു വർഷം ഒരു പണിയും ഉണ്ടായിട്ടില്ല എനിക്ക്. ആരും വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. അപ്പം അതിൻ്റെ മീൻസ് സത്യത്തിൽ നമ്മൾ PR വർക്ക് ചെയ്യേണ്ടത്. ഞാൻ വിചാരിച്ചു വീരയാസ്മിൻ്റെ നായകനല്ലേ, എന്നെ വിളി വരും, ഇപ്പോൾ ഞാൻ അവിടെ ഇരുന്നാൽ മതി. സിനിമയ്ക്ക് നമ്മളല്ല, നമുക്ക് സിനിമയാണ് ആവശ്യം, സിനിമയ്ക്ക് നമ്മളൊന്നും ആവശ്യമില്ല എന്നുള്ളത്. അപ്പം നമ്മളിങ്ങനെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ഇടവേളകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് നമ്മൾ ഫില്ല് ചെയ്ത് പോവുക? ഒന്നുമില്ല, വായിക്കും. ഞാൻ 30 വർഷമായി സിനിമയിൽ. എനിക്കങ്ങനെ വല്ലാതെ ഇന്നേ ഒരു ടെൻഷൻ അടിച്ചിട്ടില്ല. റിയലി ഞാൻ പറയില്ല, കോവിഡ് കാലത്ത് പോലും ഞാനെന്നാണെന്താ ഇപ്പം എനിക്കങ്ങനെ ഓവർ ടെൻഷൻ്റെ കാര്യം, എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇപ്പം നാളെ ഞാൻ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നാളെ BMW മേടിക്കും, മറൈൻ ഡ്രൈവിൽ മറ്റേ ഫ്ലാറ്റ് മേടിക്കും, അങ്ങനെ ഒരുപാട്. അതിനെക്കുറിച്ച് അങ്ങനല്ല, എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോകണം, നല്ല സൗഹൃദങ്ങളുണ്ട്, അപ്പോൾ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണം, അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടങ്ങൾ. ഇപ്പോൾ സിനിമ അതിൻ്റെ ഇടയിൽ നടക്കും. ഇപ്പോൾ 2 മാസം പണിയില്ല എന്ന് പറഞ്ഞാൽ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ഏതെങ്കിലുമൊക്കെ വരുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകും. അല്ലാതെ ഭയങ്കരമായിട്ട് ആദ്യം പിടിച്ചിട്ട് ഡിപ്രഷൻ്റെ ഗുളിക എന്നവരെ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ആളുകളുണ്ട്, ഡിപ്രഷൻ വരുന്ന ആളുകളൊക്കെ ഉണ്ട്, വർക്കില്ലല്ലോ നമ്മൾ ഇനി എന്ത് ചെയ്യും. പക്ഷേ എന്നെ അത് വേറെ രീതിയിൽ അങ്ങനെ
ബാധിച്ചിട്ടില്ല, ഇന്നേ വരെ ബാധിച്ചിട്ടില്ല. നാളെ അത് ബാധിക്കുമെന്ന് എനിക്കറിയില്ല. ഈ നിമിഷം വരെ ഞാൻ കൂളായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ 30 വർഷം ഇങ്ങനെ കൂളായി. ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലല്ലോ, ഇവിടെ ഉണ്ട് എന്നുള്ള ചില അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇങ്ങനെ ഈ അവസരങ്ങൾ ചോദിക്കേണ്ടി വരുമ്പം ഒരു 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 പ്രയാസം അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ഇത്രയും വർഷങ്ങളായി. ഞാനിപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരാളെ വിളിച്ച അവസരം ചോദിച്ചു. സീരിയസ്ലി അനൂപ് സത്യനെ വിളിച്ച്, അനൂപിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അനൂപ് പുതിയ പടം തുടങ്ങി, ലാലേട്ടൻ്റെ പടം തുടങ്ങി. ഞാൻ ചോദിച്ചല്ലോ അനൂപ് എന്തെങ്കിലും പരിപാടി ഉണ്ട് എന്നെ ഉൾപ്പെടുത്തണം. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ സിനിമയ്ക്ക് ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യമുള്ളത്. അപ്പം അതൊന്നും ചോദിക്കാൻ വെച്ചാൽ അടുപ്പമുള്ള ഒരു പരിചയമില്ലാത്ത ആളോടൊപ്പം അപ്പോൾ നമ്മൾ വിളിച്ച ഷാദക്ക എന്ന് വിളിക്കുന്ന റെസ്പോണ്ട് ചെയ്യുന്ന ആളോട് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ, ഉറപ്പായിട്ടും. കാരണം ഇവർക്ക് മറന്നു പോകും. ഇവരുടെ അയ്യോ ഷാദക്ക ഞാൻ മറന്നു വിടാം, മറ്റേ ക്യാരക്ടർ നിങ്ങളുടെ ആലോചിക്കും. ഇതൊന്നും കുറേ ആളുകളുടെ സിനിമയിൽ, അല്ലെങ്കിൽ ഇവർക്ക് വേറെ കുറേ ആളുകളുണ്ട്. അപ്പം ഇന്ന ക്യാരക്ടർ ഇന്ന ആളായാലോ അത് മതി. അപ്പം നമ്മൾ പെട്ടെന്ന് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ച് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ മുഷാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാധനം. അങ്ങനെ അതൊക്കെ ഇത് സിനിമയിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ സിനിമക്കാർ മിക്കപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര തിരക്കാണ്, ഒന്നിനും സമയമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഈ സിനിമ ലോകത്ത് തന്നെയുണ്ട്. പക്ഷേ നിങ്ങളെ ഞാൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് കാണും. അതായത് വായിക്കാൻ സമയമുണ്ട്, എഴുതാൻ സമയമുണ്ട്, ഈ രാഷ്ട്രീയം പറയാൻ, അതായത് സ്വന്തം നിലപാടുകൾ പറയാൻ നിങ്ങൾക്ക് അവിടെയും സമയമുണ്ട്. അതിനാരും പേടിയൊന്നുമില്ല. അങ്ങനെ വളരെ കൂളായിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. അപ്പം ഇതെങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് പോകുന്നത്? സമയമില്ല എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമില്ല എന്നതിൻ്റെ അർത്ഥം. രാവിലെ പത്രം വായിക്കാൻ അയ്യോ സമയം വിടുന്ന, പത്രം വായിക്കാൻ താല്പര്യമില്ലാത്തത്, ജിമ്മിൽ പോകാൻ അയ്യോ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവന് സമയമുണ്ടല്ലോ, അവൻ ബ്രഷ് ചെയ്യണം, അവൻ കുളിക്കാനൊക്കെ അവൻ സമയം കണ്ടെത്തുന്നുണ്ട്. അവൻ്റെ സുഹൃത്തുക്കളെ ഫോൺ ചെയ്യാൻ സമയമുണ്ട്, എല്ലാത്തിനും സമയം കണ്ടെത്തുക. അപ്പോൾ എന്താണ് അവൻ്റെ പ്രയോറിറ്റി എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്, അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിട്ട് അതിലൂടെ പോകുന്നു. പിന്നെ നിലപാടുകൾ, എനിക്കൊരു ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് കുറച്ചുകൂടി താല്പര്യമുള്ള ഒരാളാണ്. ഇത്ര പ്രായമൊക്കെ ആയാലും ഞാൻ ആര് പേടിക്കുന്നത്? പണ്ട് മുതലേ ഇല്ല, ഞാൻ ആര് പേടിച്ചിട്ടാണ്. നമ്മൾ കവിത അവതരിപ്പിക്കുമ്പോഴും നമ്മൾ പൊളിറ്റിക്സ് പറയാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ പൊളിറ്റിക്സ് പറയാറുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും കളിയാക്കാൻ പറ്റുമെങ്കിൽ അത് മീൻസ് ട്രോൾ ചെയ്തിട്ടെങ്കിലും നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചു പോകും. അതിലൊന്നും വലിയ കാര്യമില്ല, അതിനും ഇത്ര വലിയ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിവിടെ ജനിച്ചൊരു മനുഷ്യൻ ഇനി ഇത്ര കാലം ജീവിച്ചു, ഇനി എത്ര കാലം ജീവിക്കുമെന്ന് അറിയില്ല. ആരെ പേടിക്കണം? നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യണമെന്നില്ല. അപ്പം ഇങ്ങനെ ഒരു നിലപാടുകളുടെ ഒരു വ്യക്തത ഉള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ ജെൻസിയുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാടുകൾ ഇതൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പം ഈ ഇടയ്ക്കൊരു പറച്ചിലുണ്ടായിരുന്നു, നമ്മുടെ പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയ ബോധം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പൊതുബോധം ഇല്ല എന്നൊക്കെ ഇടയ്ക്കെങ്കിലും ഒരു പറച്ചിലുകൾ ഇങ്ങനെ പോകുന്നതിനിടയിലൂടെയാണ് ഒരു ജെൻസിയുടെ ഒരു മുന്നേറ്റം എന്നൊക്കെ നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു തലമുറ ഉയർന്നു വരുന്നത്. അപ്പം എത്രത്തോളം പ്രതീക്ഷയുണ്ട് ആ തലമുറയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ? പുതിയ തലമുറ കിടുപിള്ളരാണ് സത്യത്തിൽ. കഴക്കൂട്ടൻ MLA ഒരു +2 അതുകൊണ്ട് അവാർഡ് കിട്ടിയ കുട്ടികൾക്ക് വിതരണം ചെയ്യുക. അപ്പോൾ കഴക്കൂട്ടം MLA ആണ് സംഘടിപ്പിച്ചത്. അവിടെ വന്നിട്ട് മോഹൻ കുന്നമ്പിൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർ വന്ന് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ പാറ്റകളാണോ സിംഹങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ, ആക്ച്വലി കഴക്കൂട്ടൻ MLA രാഷ്ട്രീയം എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയമാണ്. അപ്പോൾ അവിടെ വന്നൊരു പുള്ളി അധികവും, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും, പക്ഷെ 1-2 പേരൊഴിച്ച് പരിഹാസനാവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ കുട്ടികളൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു, അത് കഴിഞ്ഞ് ഗവർണറെ കൊണ്ട് ചോദിപ്പിക്കുന്നു. കുട്ടികൾ ഇളകുന്നില്ല. കുട്ടികൾക്ക് ബുദ്ധിയും ബോധമൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കൂട്ടത്തെ, ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതിനൊരു നേതൃത്വമോ അല്ലെങ്കിൽ ഐഡിയോളജിയോ ഒന്നും വെച്ചിട്ടുള്ള ഒരു സംഘടന എല്ലാം ഉണ്ടാവുന്നത്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മറ്റേ കൃത്യമായ ഐഡിയോളജി വെച്ചിട്ടുള്ള പാർട്ടികളാണ് ഇത് പോകുന്നത് അവർ. പക്ഷെ ഈ ആൾക്കൂട്ടത്തെ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കണം. കുട്ടികളിപ്പം
കുട്ടികൾ ആ സമരം കഴിഞ്ഞാൽ അവരവരുടെ വഴികളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ ഇത് ആ സമരത്തിൽ മാത്രമല്ല, എല്ലാ കാലത്തും രാജ്യത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വരുന്ന വിഷയങ്ങളിൽ ഇടപെടേണ്ടതാണ് തലമുറ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും പുതിയ തലമുറയെ മോശമായിട്ട് കാണരുത്. അവർക്ക് നല്ല ബോധമാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ വെറുതെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു മെലിഞ്ഞ കുട്ടിയല്ലേ എന്ന് ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറയണം? മെലിഞ്ഞതും തടിഞ്ഞത് അത് ബോഡി ഷെയ്മിങ്. നമ്മൾ തമാശക്ക് നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടി പോലും പറയുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ തടിച്ചത്, മെലിഞ്ഞത്, അല്ലെങ്കിൽ വയറ് ചാടിയിൽ, ഇതൊക്കെ പിള്ളേർക്ക് ഇതൊക്കെ പറയും. ഇതൊന്നും ചെയ്യേണ്ടതല്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതയാണ്. അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അയാളുടെ ബോഡി അങ്ങനെയാണ്, അതിനെ പറ്റി കളിയാക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യരുത്. അങ്ങനെ എല്ലാ കാര്യത്തിലും കൃത്യമായ നില. അപ്പോൾ എൻ്റെ മോനോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, മോനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവനെക്കുറിച്ച് സ്വപ്നം കാണലല്ല എൻ്റെ പണി, എനിക്ക് എൻ്റെ സ്വപ്നം കാണണമെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അവനെക്കുറിച്ചുള്ള സ്വപ്നം അവൻ കാണട്ടെ, ഞാനെന്തിനു കാണുന്നത്? അവനിപ്പോൾ സിനിമാറ്റോഗ്രാഫിയാണ് താല്പര്യം. അത് പറ്റില്ല എന്ന് എനിക്ക് പറയാനും പറ്റില്ലല്ലോ. കാരണം ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്ത ആളാണ്, എൻ്റെ ഇഷ്ടങ്ങളോട് സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിൽ സഞ്ചരിക്കണം, അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പുതിയ തലമുറയ്ക്ക് നല്ല കാഴ്ചയുണ്ട്, കാഴ്ചപ്പാടുമുണ്ട്. അപ്പോൾ അത് പൊളിയാണ്. അപ്പോൾ ഞാൻ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമുക്കിപ്പം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നമുക്കിവിടെ ഇടതും വലതും ഒക്കെ ഉണ്ട്. അപ്പം അവരുടെ ഒരു യുവജന സംഘടനകളുടെയൊക്കെ അപജയത്തിൽ നിന്നുകൂടി, അല്ലെങ്കിൽ ഇവിടുത്തെ തലമുറകളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിടത്തുകൂടിയല്ലേ ഇങ്ങനൊരു സാധനത്തിൻ്റെ, ഇങ്ങനൊരു മുന്നേറ്റത്തിൻ്റെ ഉദയം എന്ന് പറയുന്നത്? യുവജനങ്ങൾ പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. യുവജനങ്ങൾ ഈ മാറി നിൽക്കുന്നു എന്നുള്ള. അപ്പം നമ്മുടെ ഇപ്പോൾ ഞാൻ പറയാം, സോമൻ കടലിൻ്റെ ഒരു കവിതയുണ്ട്. വീട്ടിലില്ല, നാട്ടിലില്ല, നാലാൾ കൂടുന്നിടത്തില്ല, അമ്മയോടൊപ്പം ആശുപത്രിയിലില്ല, മരണവീടിൻ്റെ മൗനത്തിലില്ല, ജാതിയിലില്ല, പാർട്ടിയിലില്ല, വായനശാലയിലില്ല, എടാ യുവാവേ നീ എവിടെയടാ, ഐ മിസ് യുടാ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഇതിനെ മറികടന്നതാണ് നമ്മൾ പ്രളയകാലത്തും കോവിഡ് കാലത്തൊക്കെ കണ്ടത്. അപ്പോൾ യുവാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ആ കവിതയെ പോലും തിരിച്ചിട്ടാണ് യുവാവേ സോമേട്ടാ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് കാണിച്ചതാണ് ശരിക്കും പറയാം മിസ്സിയുടെ. നമ്മൾ ഇങ്ങനെ പറയെങ്കിലും ആ കവിതയെ പോലും പൊളിച്ചടക്കാവുന്ന രീതിയിലുള്ള ഒരു യുവജന ശക്തി ഇവിടെ ഉണ്ട്. ഇപ്പോൾ വെറുതെ തമാശ കളിയാക്കാൻ വേണ്ടി ആളുകൾ പൊതിച്ചോറ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും പൊതിച്ചോറ് മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു വലിയൊരു സ്നേഹമുണ്ട്. അതെന്ന് വെച്ചാൽ ഒരാൾക്ക് വേണമെങ്കിൽ 50,000 പൊതിച്ചോറ് കൊടുക്കാനുള്ള, ഇപ്പോൾ ഈ എം എ യൂസഫ് അലി എല്ലാ ദിവസവും 50,000 പൊതിച്ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. അതല്ല, ഓരോ വീട്ടുകാരെയും ഇതിൽ പങ്കെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളും കൂടി ചേർന്നതാണ്, ഇതിൻ്റെയൊക്കെ ഭാഗമാണെന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. നമ്മളും ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളിതിൽ മാത്രം നമ്മളുടെ കാര്യം മാത്രം. ഇപ്പോൾ നിമോളുടെ ഒരു കവിതയില്ലേ, അവരാദ്യം എത്തിയത് ജൂതന്മാരെ തേടിയായിരുന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല. പിന്നെ അവർ പ്രൊട്ടസ്റ്റന്റുകാരെ തേടി വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല. പിന്നെ അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി മിണ്ടാൻ ആരും അവശേഷിച്ചില്ല എന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ പറഞ്ഞു മാറിയിരിക്കുന്ന ഒരുപാട് സമൂഹത്തെ ഇങ്ങനെ നമ്മളും കൂടി ഭാഗമാവേണ്ട ആളുകളാണ് ഇതിലൊക്കെ എന്ന് തോന്നിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ DYFIക്ക് ഫണ്ട് ശേഖരിക്കുന്നു, അവരെന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു, അവരെന്നെ കൊണ്ടുകൊടുത്താൽ പോലെ. ഇതെല്ലാ വീട്ടുകാരെയും ഇതിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അത് പങ്കാളിത്തം ഉണ്ടാക്കുക, ഇതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട ആൾക്കാരാണെന്ന് അവർക്കുള്ള ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ പിന്നിലുള്ള കാര്യം. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ യുവജനങ്ങൾ, പിന്നെ ചില ഇപ്പോൾ നമ്മൾ ജൻസി സമരങ്ങളൊക്കെ ഇപ്പോൾ ലാസ്റ്റ് സമരം വെച്ചാണെങ്കിൽ പറയുകയാണെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിലെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊന്നും വളരെ ശക്തമായി ഒന്നിലേക്കും ഇറങ്ങുന്നില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് ആളുകൾ ഇറങ്ങുന്നുണ്ട്. മറ്റു സ്റ്റേറ്റുകളിൽ അങ്ങനെ ഇല്ല എന്നുള്ളത്, അത്ര രാഷ്ട്രീയ ബോധമില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാവുന്ന പക്ഷേ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കാര്യം. ഇപ്പം തന്നെ നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളെ അല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ യൂട്യൂബ് ചാനലുകളാണ് കൃത്യമായ വാർത്തകൾ കൊടുക്കുന്നതും കൃത്യമായ. അപ്പോൾ ആ സമരങ്ങൾ നടക്കുമ്പോൾ എന്താ ഉണ്ടായത്, ആ സമരങ്ങൾ നടക്കുമ്പോൾ ഒരു നാഷണൽ ചാനലുകളായിരുന്നില്ല,
അവിടെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അവിടെ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ സർക്കാർ 100 ദിവസം പൂർത്തിയാക്കാൻ പോകുന്നു, എന്താണ് ഒരു വിലയിരുത്തൽ? ഒരു സർക്കാരിനെ വിലയിരുത്താനായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല. പക്ഷേ ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ള സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. കോൺഗ്രസ് ആണോ BJP ആണോ ഇവിടെ സ്റ്റേറ്റ് ഭരിക്കുന്നത് എന്നുള്ള വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ഇത് കാണുന്നുണ്ട്. അത് പല കാര്യങ്ങളിലും അവർ യൂട്ടേൺ എടുത്തിട്ടുണ്ട്. പല പല നിയമനങ്ങളിലും പല കാര്യങ്ങളിലും തിരിച്ചു വരുന്നുണ്ട്. പല എതിർപ്പുകളെയും നിസ്സാരമായി കാണുന്നുണ്ട്. പല ഇപ്പോൾ നന്നാവായിരിക്കും നമുക്ക്, കാരണം അറിയില്ല. കാരണം ഒരു ജനത അർഹിക്കുന്ന ഭരണാധികാരിയെ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രേ അർഹിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇർഷാദിന്റെ നടനെയാണോ കവിത ചൊല്ലുന്ന ഇർഷാദിനെയാണോ? കവിത പറയുന്ന അതാണ് നമുക്ക് ചേരുന്നത്. അതാണ് കവിത പറയുന്ന ഇർഷാദിനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ, കവിത പറയുന്ന ഇർഷാദിനെ എന്ന് പറയുന്ന കുറേ പേരെ ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ടു. ഈ കവിതയിലൂടെ നടക്കുമ്പം കുറച്ചുകൂടി ആളുകളിലേക്ക്, ഒരു ഹൃദയത്തിലേക്ക് അടുക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ടോ വെള്ളിത്തിരയിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ? ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ സിനിമ എന്ന് പറയുന്നതൊരു വേറൊരു മീഡിയ ആണല്ലോ. അപ്പോൾ കവിത ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്കിടയിൽ ഞാൻ ഭയങ്കര സ്വീകാര്യനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ഈ പറഞ്ഞ പോലെ നിന്നിലെ നടനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം ഈ കവിത പറയുന്ന ആളെയാണെന്ന് പറയുന്ന ആൾ. പക്ഷെ എന്നിലെ നടനാണ് അങ്ങനെ കവിത പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഹൃദ്യമാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ അനുഭവിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എന്നിലെ നടൻ്റെ കഴിവ് കൊണ്ടാണ്. പക്ഷെ എനിക്ക് ചിലപ്പോൾ അവരെ കൊതിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വിസ്മയിപ്പിക്കുന്ന ഒരു വേഷം ഞാൻ ചെയ്തിട്ട് അവർ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം അവർ പ്രതീക്ഷിച്ചതിൻ്റെ മേലെ ഒരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നിലെ ആക്ച്വലി ഇതിൻ്റെയൊക്കെ സംഭവം എന്ന് പറയുന്നത്, എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് എനിക്കൊരു സിനിമയിൽ അഭിനയിച്ച സുഖമാണ്. 1.5 മണിക്കൂർ നേരം ഞാൻ കവിത അവതരിപ്പിക്കുമ്പോൾ ഞാൻ കുറേ നല്ല നല്ല സീനുകളിലൂടെ കടന്നു പോയിട്ട് ഞാനൊരു സിനിമ, ഒരു മുഴുനീള സിനിമയിൽ ഞാൻ ആദ്യം തന്നെ പറയാം, ഒരു കവിത ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്ന ഫീൽ എന്താ വെച്ചാൽ ഒരു നല്ല സീൻ അഭിനയിച്ച സുഖമാണ് എനിക്ക് കിട്ടുക. അപ്പോൾ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാനൊരു മുഴുനീള സിനിമയിൽ അഭിനയിച്ചൊരു സുഖം കിട്ടുന്നുണ്ട്. ആ സുഖം ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട്. അത് കുറേ പേർക്ക് കൂടി ഇഷ്ടമാവുമെന്ന് പറയുമ്പോൾ അതും ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആരെങ്കിലും ഒരു കവിതയിൽ നിന്ന് ചൊല്ലി തരുമെന്ന് പറഞ്ഞാൽ, എന്നോട് അഭിനയിക്കാൻ പറഞ്ഞാൽ ആ സീനൊന്നും ചെയ്തോന്ന് പറഞ്ഞാൽ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. വേണമെങ്കിൽ നിങ്ങൾ ആ തണ്ണീർമത്തലത്തെ ഡയലോഗൊന്ന് പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല. നിങ്ങൾ വേണമെങ്കിൽ ആ കവിത ഒന്ന് ചൊല്ലിത്തരുമെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുണ്ട് അതിനോട്. എന്ന് വെച്ച് ഞാൻ എൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഇഷ്ടം നടൻ തന്നെയാണ്. ഈ നടൻ്റെ ചില വേർഷൻസാണ് ഈ കവിത ചൊല്ലിയിട്ടും എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത വേഷങ്ങളൊക്കെ ഞാൻ കവിതയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഈ മുഖത്ത് വരുന്നതിനേക്കാൾ ഭാവങ്ങൾ താങ്കളുടെ ശബ്ദത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവും. അതൊരു ശബ്ദം കൊണ്ട് എനിക്ക് അപ്പോൾ ഒരു കഥാപാത്രം ചെയ്തിട്ട് ആ ശബ്ദം കൊണ്ട് നിങ്ങളെ മികച്ചതാക്കി അല്ലെങ്കിൽ അങ്ങനെ ഞെട്ടിപ്പിക്കാൻ കഴിയാവുന്ന ഒരു കഥാപാത്രം ഞാൻ എൻ്റെ മോഡുലേഷൻ കൊണ്ട് അങ്ങനെ ഞെട്ടിപ്പിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഇതിലൂടെ കാണുമ്പോൾ അയ്യോ ഈ ശബ്ദം കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ മമ്മൂക്ക കാണിക്കില്ലേ ചില മാജിക്കുകളില്ലേ, മമ്മൂക്കയുടെ ചില ശബ്ദ നിയന്ത്രണങ്ങൾ കൊണ്ട് സാധനം, അതുപോലെ എനിക്ക് ഞാനിങ്ങനെയൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മളിതിങ്ങനെ കണ്ണടച്ചിരുന്ന് കേട്ടാലും കുറേ ദൂരം ഈ ശബ്ദം നമ്മളെ പിന്തുടരും. അപ്പം അതിൻ്റെ ഒരു മോഡുലേഷൻ അത് ക്രമപ്പെടുത്തി എടുക്കാൻ ഒരു ചിട്ടയായ പ്രാക്ടീസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിപ്പോൾ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു റിഹേഴ്സൽ അങ്ങനെ. ഇതെന്താ സംഭവിച്ചാലേ, എൻ്റെ കവിതാ തിരഞ്ഞെടുപ്പുകൾ തന്നെ ആര് കവി എന്നുള്ളത് നോക്കിയിട്ടല്ല, എന്നെ അനുഭവിപ്പിച്ച കവിതകൾ എന്നുള്ളതാണ്. ഞാനിപ്പോൾ അത് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ് റഫീഖ് അഹമ്മദ്, ഗോപികൃഷ്ണൻ. ഇവരുടെ കവിതകളൊന്നും ഞാൻ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ ചെയ്തില്ല. അപ്പോൾ റഫീഖയുടെ കവിത ഒക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞാൽ അടുത്ത പരിപാടിയിലൊക്കെ റഫീഖയുടെ കവിതകളൊക്കെ ഉണ്ടാവും, അടുത്ത ഗോപികേട്ടനുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എനിക്ക് എന്നെ അനുഭവിപ്പിക്കാൻ കഴിയുന്ന കവിതകൾ എന്ന് കണ്ടെത്തുക എന്നുള്ളത്, അതാ എനിക്ക്
ഒട്ടും പരിചയമില്ലാത്ത ആളുകളുടെ കവിതകൾ ഞാൻ ചൊല്ലുന്നുണ്ട്. ഇപ്പോൾ സുഗു ബാലൻ എന്ന് പറയുന്ന ആൾ എവിടുത്തുകാരനാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ടോ കവിത? ഫുട്ബോൾ കാലത്ത് ഞാനത് ചൊല്ലിയുള്ളതാണ്. ഈ വേൾഡ് കപ്പ് സമയത്ത് നമ്മളിങ്ങനെ പ്രോഗ്രാമിൻ്റെ അടുത്ത് വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കവിത ചൊല്ലാം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കവിത. ചോരുന്ന കൂരയിൽ ഒരു കൂട്ടുകുടുംബം ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നുണ്ട് ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ അവസാന ദിനത്തിനായി. ആര് ജയിക്കുമെന്നോ ആര് തോൽക്കുമെന്നോ എന്നറിയാനല്ല, തൊട്ടടുത്തിരിക്കുന്ന 30,000-ൻ്റെ ആ വലിയ ഫ്ലക്സ്, ആ മെസ്സി തൊട്ടടുത്തിരിക്കുന്ന മെസ്സിയുടെ 30,000-ൻ്റെ ആ വലിയ ഫ്ലക്സ് കൊണ്ട് മഴയെ തോൽപ്പിച്ച് അവർക്ക് ജയിക്കാം. ഇത്രേ ഉള്ളൂ. ഇദ്ദേഹം ആരാണെന്ന് അറിയില്ല, എവിടുത്തുകാരനാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്ന കവിതകളാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഫീൽ ചെയ്യുന്ന കവിതകൾ അതേപോലെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫീൽ ചെയ്യാന്ന് പറയുന്ന ഇപ്പം നമ്മൾ അതിനൊരു ഒരു എന്താ പറയുക ഒരു മാനദണ്ഡം അങ്ങനെയുണ്ടോ? ഇപ്പം ഇന്ന് രാഷ്ട്രീയം പറയുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെയുണ്ടോ? ഒന്നുമില്ല, എന്നെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതിൽ നോ പൊളിറ്റിക്സ്, നോ സ്ത്രീപക്ഷം, നോ പുരുഷപക്ഷം, ഒന്നുമില്ല. അതിൽ ജെൻഡർ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ചില സാധനങ്ങൾ നമ്മളിങ്ങനെ കണ്ടെത്തുകയും നമ്മളിങ്ങനെ ഇങ്ങനെ കുറേ കവിതാ പുസ്തകങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുകയുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ എവിടെയൊക്കെ ചിലപ്പോൾ സ്ത്രീപക്ഷ കവിതകൾ കുറേ കൂടുതലുണ്ടാവാം. അത് സംഭവിച്ചു പോകണത്. അല്ലാണ്ട് ഞാനത് ഇങ്ങനെ ബോധപൂർവം എന്നാൽ പിന്നെ കുറച്ച് ഇത് കുത്തിക്കയറ്റാം, അല്ലെങ്കിൽ ഇതാണ് കൂടുതൽ വിറ്റുപോവുക, അങ്ങനൊന്നുമില്ല. എനിക്കതാണ് അനുഭവിപ്പിക്കുന്നത്. അപ്പം അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അതായത് ഇപ്പം നമ്മളെ ഒരു വേദിയിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ കേൾക്കുമ്പം നമ്മുടെ പ്രായത്തിൻ്റെ എല്ലാ സ്റ്റേജിൽ കൂടെയും നമുക്കിത് കടന്നു വരാൻ പറ്റും. അതായത് ഇപ്പം ഒരാളുടെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും മരണം വരെ അതങ്ങനെ ഒരു പാറ്റേൺ പോലെയാണ്. അത് ഒരു ഡിസൈൻ ചെയ്ത് വെച്ച ഒരു പാറ്റേൺ ആണോ അങ്ങനെ? അതായത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലൂടെ ഇത് കടന്നു പോകണം എന്നുള്ള ഒരു ചോയ്സ് ആണോ? അങ്ങനെ ഇത് സ്വാഭാവികമായിട്ടുള്ള വളർച്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അമ്മയിൽ നിന്ന് തുടങ്ങാം. അപ്പം അത് എനിക്ക് ആശ്വാസം എൻ്റെ പ്രിയപ്പെട്ടൊരു കവിതയാണ്. എൻ്റെ സ്റ്റാറ്റസ് പോലും അമ്മയുടെ ഇനി എനിക്ക് എത്തിയോടെ തുടങ്ങിയായിരുന്നുള്ളതാണ്. അപ്പോൾ അമ്മയിൽ തുടങ്ങാന്നുള്ളത്, പിന്നെ എല്ലാം അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അമ്മ തുടങ്ങുന്നു അത്. അപ്പോൾ പിന്നെ അമ്മയെ കുളിപ്പിക്കുമ്പോഴേക്ക് കയറുന്നു. അപ്പോൾ നമുക്ക് നമ്മ കവിതയിൽ നിന്ന് നേരെ അച്ഛനിലേക്ക് പോയാലെന്നുള്ള. ഇപ്പോൾ ഈ മെറീഷിൻ്റെ കവിത കിട്ടിയപ്പോഴാണ് അച്ഛൻ കവിത നല്ല രസമുള്ള സാധനമാകുന്നു. പിന്നെ ജീവിതം എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ കുറേ കവിതകൾ നമുക്ക് എന്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കലാവാം, പിന്നെ ആ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ യുദ്ധത്തെക്കുറിച്ചുള്ള കവിതകൾ ചൊല്ലുന്നു. പിന്നെ കുറച്ച് പ്രണയങ്ങൾ, കുറച്ച് എന്നുള്ള ചിലപ്പോൾ കുറേ അധികം പ്രണയങ്ങൾ. ഇപ്പം പക്ഷേ പ്രണയങ്ങൾ കുറഞ്ഞു പോകാം. ലാസ്റ്റാണ് ഈ പ്രണയം എന്നുള്ളത് കൊണ്ട്. മറ്റതൊക്കെ ചെലവ് വരുമ്പോഴത്തേക്കും അത് പറയും 1 മണിക്കൂറായി, 15 മിനിറ്റുള്ളൂ, 4. അപ്പോൾ ഈ പദ്യ കവിതകളേക്കാൾ ഗദ്യ കവിതകളാണല്ലോ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇപ്പൊ പുതിയ കവിതകളൊക്കെ നമ്മളിങ്ങനെ ചൊല്ലി കേൾക്കുന്നു. ഇപ്പം മുമ്പ് എപ്പോഴെങ്കിലും വായിച്ചതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കവിത 2 വരി? പദ്യകവിതകൾ ചൊല്ലില്ല എന്നല്ല, പക്ഷേ നമ്മളിപ്പോൾ ആനന്ദധാരക്ക് ഞാൻ ഇഷ്ടംപോലെ ചൊല്ലിയിട്ടുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ നെരൂദയുടെ ഒരു കവിതയുണ്ട്, ചുള്ളിക്കാടനെ ട്രാൻസ്ലേറ്റ് ചെയ്ത കവിത. അങ്ങനെ ഇടയ്ക്ക് അതൊക്കെ ഇങ്ങനെ. ഇപ്പോൾ ഞാൻ മലപ്പുറത്ത് ചെന്ന് പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ഭയങ്കര നല്ല ക്രൗഡായിരുന്നു. ആളുകൾ വളരെ കുറച്ച്, മീൻസ് ഒരു 70-75 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഫേസ് നമുക്കിങ്ങനെ കാണാം. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ നല്ല രസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ ഒരു പദ്യകവിത എന്ന് ചൊല്ലിയ ഞാൻ പറഞ്ഞു കവിത ചൊല്ലുക എന്നുള്ളതല്ല, എന്നാലും നമുക്ക് അല്ല എന്നാലും 2 വരി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നെരൂദര കവിത ചൊല്ലി. കഴിയുമീരാവെനിക്കേറ്റവും ദുഃഖഭരിതമായ വരികൾ എഴുതുവാൻ, ശിഥിലമായി രാത്രി നീലനക്ഷത്രങ്ങൾ അകലെയായി വിറകൊള്ളുന്നു. ഇങ്ങനെ ഗഗനവീതിയിൽ ചുറ്റിക്കറങ്ങുന്ന വിരഹിയാം നിശാമാരുതൻ പാടുന്നു. കഴിയുമീ രാത്രി ഏറ്റവും വേദനാഭരിതമായ പദങ്ങൾ ചുരത്തുവാൻ. അങ്ങനെ പോവും. ഇപ്പം എഴുത്ത് കുറവാണ്, എന്നാലും ചോദിക്കുകയാണ്, ഈ അടുത്ത് സ്വന്തമായിട്ട് എഴുതിയ ഒരു കവിത ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല.
ഒരു സാഹസത്തിന് മുതിരാത്തത്? എന്തിനാണ്? ഇഷ്ടം പോലെ നല്ല കവിതകളുണ്ടല്ലേ ഈ പൊട്ട കവിതകളൊക്കെ ആളുകളുടെ മുമ്പിൽ എന്തിനാണ് അവതരിപ്പിക്കുന്നത്? പക്ഷെ ഇർഷാദ് നന്നായിട്ട് എഴുതുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇർഷാദ് നന്നായിട്ട് എഴുതില്ല എന്നുള്ളത് എനിക്കറിയാം. ഇർഷാദ് ഇർഷാദിന് ആഗ്രഹമൊക്കെ ഉണ്ടാവും കവിത എഴുതുന്നോ സ്ക്രിപ്റ്റ് എഴുതുന്നോ, പക്ഷെ ഇർഷാദ് നല്ല റൈറ്ററൊന്നുമല്ല. അങ്ങനെ ചിലപ്പം നാളെ എൻ്റെ ഒരു പൊട്ടക്കവിതകളുടെ പുസ്തകം ഇറങ്ങിയേക്കാം, അറിയില്ല. അങ്ങനെ ഇതൊക്കെ ആയിട്ട് പോകുമല്ലോ. അപ്പം ഇങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലും പറയും അങ്ങനെ ഒരു മൂലയിൽ കുറേ കവിതകൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ട്, അത് എടുത്തിട്ട് വേണമെങ്കിൽ പുസ്തകമൊക്കെ ആക്കാം. എന്നാലും പുസ്തകം ആക്കാനുള്ളതായിട്ടില്ല, ചിലപ്പോൾ നാളെ സംഭവിച്ചുകൂടാന്നില്ല. നമ്മളിപ്പോൾ ഈ കവിതകൾ തിരഞ്ഞെടുക്കുമ്പോഴേ ഈ ഇടയ്ക്ക് പറഞ്ഞതുപോലെ പുതിയ കവിതകളൊക്കെ ഉൾപ്പെടുത്താൻ അതുമായി ബന്ധപ്പെട്ടൊരു ഇങ്ങനെ ഒരു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ നേരത്തെ ആണെങ്കിൽ നമുക്ക് ഈ എഴുത്തൊക്കെ മറ്റും സജീവമായിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഇപ്പം ഇത് എഴുതുന്ന ആളുകളുടെ എണ്ണം കുറയുകയോ അല്ലെങ്കിൽ നല്ല കവിതകൾ എഴുത്ത് കുറയുക അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എഴുതുന്ന ആളുടെ എണ്ണം കൂടിയൊക്കെയാണ് ഇപ്പോൾ. കൂടിയാണ്. പിന്നെ നാട്ടിൽ കാണുന്ന 10 പേരിൽ 8 പേരും കവികളാണ്. അയച്ചോ കവിത? ഇവിടെ ഒരു ദിവസം 2 കവിതയെങ്കിലും വരും. അപ്പം ഞാൻ അവരോട് ആദ്യമേ പറയാം, എൻ്റെ അടുത്ത് അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സഞ്ചറിലോ ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ചോദിക്കും. ഞാൻ പറയും കവിതയുടെ നിലവാരമല്ല എൻ്റെ നിലവാരമാണ് ഇത് ചൊല്ലുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട കവിതകളാണ്, അല്ലാണ്ട് നിങ്ങൾ അയച്ചു തന്ന കവിതയിൽ നിന്ന് എനിക്കിഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ആ കവിതയുടെ നിലവാരമല്ല, എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെ പിണങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്, നമ്മൾ കവിത ഒന്നും ചൊല്ലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ ആളുകളൊക്കെ. എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഫീൽ ചെയ്താൽ മാത്രമേ ഞാനിത് പറയുള്ളൂ. അതിൻ്റെ ആ എഴുത്തുകാരൻ്റെ മഹിമയോ അതിൻ്റെ അദ്ദേഹത്തിന് മറ്റേ അവാർഡ് കിട്ടിയിട്ടുണ്ടോ ഒന്നും എൻ്റെ വിഷയം, പത്മശ്രീ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേ പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമേ അല്ല. ഇതിൻ്റെ സ്വീകാര്യതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വിമർശനം നേരിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ഇല്ല, ഇതുവരെ അങ്ങനെ എന്താ നീ കാണിച്ചു കൂട്ടണമെന്ന് ഇതാരും ചോദിച്ചില്ല. രസമുള്ള പരിപാടിയാടാ, ഇതെങ്ങനെയാണ് ഒന്നും കൂടി നന്നാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക എന്നുള്ളതല്ലാതെ, കാരണം ഇതിനൊരു മുൻഗാമികളില്ലല്ലോ. ഈ ഒരു പരിപാടിക്ക് മുൻഗാമികളില്ല. നമ്മളായിട്ട് ഡിസൈൻ ചെയ്തു, ഞാനായിട്ട് ഡിസൈൻ ചെയ്തു, അത് കഴിഞ്ഞ് മധു വന്നു. അപ്പോൾ മധു വന്നപ്പോൾ ഹങ്ങ് വന്നു, ഹങ്ങും കൂടി വന്നപ്പോൾ അവനും കൂടി മധുവിനും കൂടി ഞാൻ ഇതിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 2 വരി കവിത മധുവിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കുക. മധു അത്യാവശ്യം വായനയും എഴുത്തും യാത്രകളൊക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ, അപ്പോൾ അവനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു അതും എവിടെ വെച്ചിട്ടാണ് മലപ്പുറത്ത് നിന്ന് ആരോ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി ഭയങ്കര, നിങ്ങൾ തമ്മിൽ കോൺവെർസേഷനും ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ ചില സമയത്ത് നല്ല ഓഡിയൻസൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ട്രോളൊക്കെ ചെയ്ത് തമാശയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ്, അല്ലാതെ ഇപ്പോൾ നമുക്കിതിൻ്റെ ആര് എന്ത് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഇഷ്ടങ്ങൾ. ഒരു ഓണക്കാലമാണ്, ഒരു കവിത ചൊല്ലിത്തരുമെന്ന് ചോദിച്ചാൽ ഏത് കവിത? ഞാൻ എത്ര കവിത ഇപ്പൊ ചൊല്ലി. ഓണത്തിനൊരു കവിത, പെരുന്നാളിനൊരു കവിത എന്നൊന്നും സാധനമൊന്നുമില്ല. എനിക്ക് എവിടെയാ കവിത മതി അവിടെ മതി. ഏത് കവിത വേണ്ടത്? ഇഷ്ടമുള്ള കവിത. ഇന്നൊരു പ്രണയ കവിത. അല്ലി ഫാത്തിമ എന്ന് പറയുന്ന ഒരു തമിഴ് കവിയുണ്ട്, അവരുടെ ഒരു ഒറ്റക്കൽ മൂക്കുത്തി എന്നാണ് കവിതയുടെ പേര്. ഒരിക്കൽ കൈനിറയെ സമ്മാനങ്ങളുമായി ഭാര്യയെയും മക്കളെയും നിന്നെയും കണ്ട് മടങ്ങാൻ ഞാൻ നിൻ്റെ വീട്ടിൽ വരും. എന്താണ്? ഒരിക്കൽ കൈനിറയെ സമ്മാനങ്ങളുമായി ഭാര്യയെയും മക്കളെയും നിന്നെയും കണ്ടു മടങ്ങാൻ ഞാൻ നിൻ്റെ വീട്ടിൽ വരും. നിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഓറഞ്ച് നിറമുള്ള സാരി, മകൻ കൊതിച്ച വിദേശ നിർമ്മിത വാച്ച്, മകൾക്ക് കെട്ടിപ്പിടിച്ചിടന്നുറങ്ങാൻ ടെഡി ബിയർ, നിനക്കായി ജിബ്രാൻ്റെ കവിതകൾ. നിൻ്റെ ഭാര്യയ്ക്ക് നീ എന്നെ എങ്ങനെ വേണമെങ്കിലും പരിചയപ്പെടുത്തിക്കോ. കൂട്ടുകാരിയെന്നോ അകലത്തുള്ള ബന്ധുവെന്നോ അയൽവാസിയെന്നോ പരിചയമുള്ള മുഖമെന്നോ ഞാൻ ശാന്തമായി അതേ എന്ന് തലയാട്ടാം. തീർച്ചയായും നിന്നോട് പറഞ്ഞിട്ട് തന്നെയാവും ഞാൻ വരിക. പക്ഷേ അതിനു മുമ്പ് അവൾക്ക് നോവാത്ത വിധം ചില കള്ളങ്ങൾ നമുക്ക് പാകത്തിന് തയ്യാറാക്കി വെക്കണം.
പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാം. കുട്ടികളുടെ പഠനത്തെക്കുറിച്ചോ ജീവിത തിരക്കുകളെക്കുറിച്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും. പക്ഷേ ഒരു കാര്യം അറിയാതെ പോലും നീ ചോദിച്ചു പോകരുത്. നിനക്കിഷ്ടപ്പെടുമെന്ന് കരുതി വേദന സഹിച്ച് ഞാനണിഞ്ഞ ഈ ഒറ്റക്കൽ മൂക്കുത്തിയെക്കുറിച്ച് മാത്രം. മനസ്സിൽ നമ്മളിങ്ങനെ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ, അല്ലെങ്കിൽ ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റോളുണ്ട്. ഇഷ്ടംപോലെയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ? പക്ഷേ ഞാനത് പറയുന്നത് പോലും ശരിയാവില്ല. അത് സാറ് ടീച്ചർ നോവലുണ്ട്, ആളോഹരി ആനന്ദം എന്ന് പറഞ്ഞിട്ട്. അതിലെ കർഷകരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൃഷിക്കാരനാണ് അയാൾ. അത് പക്ഷേ ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനത്തെ ഒരു ഇപ്പം പിന്നെ അങ്ങനെ സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല. അഭിനയിക്കാൻ കഴിയുന്ന മികച്ച വേഷങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ സ്വപ്നങ്ങളെന്ന് പറയുന്നത്. അല്ലാണ്ട് ഇന്ന കർണം വേണം, ഭീമം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാവും. നമ്മളങ്ങനെ ആഗ്രഹിക്കാതിരിക്കുക, നമ്മൾ കിട്ടുന്നത് മനോഹരമായിട്ട് ചെയ്യുക എന്നതാണ്. ഈ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഒരുപാട് നന്ദി. അടയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയും.